Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അനുഗ്രഹീതമായ നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ നല്ല സമയത്ത് തിരുവചനവുമായി ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെ അടുത്ത് വരുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഒരുക്കിയ നല്ല സാവകാശനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഈ മനോഹരമായ സമയത്ത് റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിലൂടെ ദൈവത്തിൻ്റെ വചനം ഷെയർ ചെയ്യുവാൻ ഒരു പ്രാവശ്യം കൂടി എനിക്ക് അവസരം നൽകി തന്ന ബഹുമാന്യായ കർത്താവിൻ്റെ ദാസി സിസ്റ്റർ റോസ്ലിൻ സുവേഷ് അവர்கள், അതുപോലെ തന്നെ ഇതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന മറ്റ് ദൈവദാസന്മാർ, ദൈവദാസിമാർ, വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുന്ന ദൈവ മക്കൾ എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഈ വൈകിയ വേളയിൽ ഞാൻ അറിയിക്കുകയാണ്. സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നോടൊപ്പം ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുവാൻ എല്ലാവരെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു അവസരം ലഭിച്ചപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും പല ആലോചനകൾ ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. അതിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഹൃദയത്തിൽ അധികം ക്രിയ ചെയ്ത ഒരു വേദഭാഗമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായി പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഏവർക്കും സുപരിചിതമായ ഏറ്റവും ലളിതമായ ഒരു വചനമാണ് അതിനുവേണ്ടി ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത്. എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ഇന്ന് രാത്രികാലം ആയിരിക്കണം എന്ന് ഞാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. സ്വർഗത്തിലെ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ഹൃദയത്തോട് സംവദിച്ച ആ വചനം ഇതാണ്. 75-ാമത്തെ സങ്കീർത്തനം, അതിൻ്റെ 2-ാമത്തെ വാക്യമാണ് ഞാൻ എന്നിട്ട് വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. 75-ാം സങ്കീർത്തനം, അതിൻ്റെ 2-ാമത്തെ വാക്യം. സമയം വരുമ്പോൾ ഞാൻ നേരോടെ വിധിക്കും. ദൈവത്തിന് സ്തോത്രം. സമയം വരുമ്പോൾ ഞാൻ നേരോടെ വിധിക്കും. നമ്മൾ പലപ്പോഴും വായിച്ച് വിട്ടിട്ടുള്ള ഒരു വേദഭാഗമാണിതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ ഈ വചനം വായിച്ച് വന്ന കൂട്ടത്തിൽ എൻ്റെ ഹൃദയത്തിൽ ഒരു മുൻവിധി ഉണ്ടാകുവാനിടയായി. എന്ന് വെച്ചാൽ, നമ്മൾ ഏതൊരു കാര്യത്തെ മുൻവിധിയോട് കാണുന്ന ഒരു കൂട്ടർ നമ്മുടെ ഇടയിലുണ്ടല്ലോ. ഞാനും ആ കൂടെ ഉള്ളവരാണ്. പല കാര്യങ്ങൾ മുൻവിധിയോടെയാണ് നമ്മൾ കാണാറുള്ളത്. ഇന്ന് രാത്രിയിൽ ആ മുൻവിധികളെയെല്ലാം മാറ്റിമറിക്കുന്ന ഒരു അവസ്ഥയാണ് ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ സംസാരിക്കുവാനിടയായത്. എന്താണെന്നറിയാമോ? വെറും 2 വാക്കുകൾ അടങ്ങിയ ഒരു വേദഭാഗമാണ് വായിച്ചത്. എന്താണ്? സമയം വരുമ്പോൾ ഞാൻ നേരോടെ വിധിക്കും. ദൈവത്തിൻ്റെ ദാസനായ ആസാഫാണ് ഈ സങ്കീർത്തനം എഴുതിയിട്ടുള്ളത്. ഞാനിങ്ങനെ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. അന്തിമ വിധികർത്താവ് വലിയവനായ ദൈവം തന്നെയാണ്. അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്, ദൈവം ന്യായാധിപതിയാകുന്നു. അപ്പോൾ ന്യായാധിപതിയായ ദൈവത്തിന് മാത്രമേ ഒരു സമ്പൂർണ്ണ വിധി കൽപ്പിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ, അല്ലേ? ഞാൻ ഈ വചനത്തെക്കുറിച്ച് കൂടുതൽ ആഴമേറി പഠിക്കുവാനായിട്ട് ശ്രമിച്ചപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ഈ വിധി എന്ന വാക്കിന് ഞാൻ അറിഞ്ഞതിലും അധികം വിശാലമായ ഒരു അർത്ഥമുണ്ടായിരുന്നു. അധികം വിശാലമായ ഒരു അർത്ഥം. എന്താണ് അധികം വിശാലമായ അർത്ഥം? ദൈവത്തിന് സ്തോത്രം. അത് പറയണമെങ്കിൽ ആദ്യം ഒരു വാക്ക് ഞാൻ പറയട്ടെ. വിധി എന്ന് പറയുന്ന വാക്ക് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു വാക്കല്ല. വിധി എന്നൊരു വാക്ക് വേദപുസ്തകം ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് 119-ാമത്തെ സങ്കീർത്തനത്തിൽ വിധി എന്ന വാക്ക് ഏകദേശം 18ഓളം ഭാഗത്ത് ആവർത്തിച്ചിട്ടുണ്ട്. 119-ാം സങ്കീർത്തനത്തിൽ അതിനോട് ചേർന്ന് വരുന്ന 2 വാക്കുകളോടുണ്ട്. ആ 2 വാക്കുകൾ കൽപ്പന, ചട്ടങ്ങൾ, വിധികൾ. കൽപ്പന എന്ന വാക്ക് ഏകദേശം 24 പ്രാവശ്യവും ചട്ടങ്ങൾ എന്ന വാക്ക് 23 പ്രാവശ്യവും ആവർത്തിച്ചിട്ടുണ്ട്. അതിനോട് ചേർത്താണ് വിധികൾ എന്ന വാക്ക് വരുന്നത്.
അപ്പോൾ ഞാൻ കൂടുതൽ ആഴത്തിൽ പഠിച്ചപ്പോൾ എന്താണ് ദൈവത്തിൻ്റെ കൽപ്പന? ദൈവത്തിൻ്റെ കൽപ്പന എന്ന് പറയുമ്പോൾ വിശുദ്ധ തിരുവെഴുത്ത് മുഴുവൻ ദൈവത്തിൻ്റെ കൽപ്പന തന്നെയാണ്. എന്നാൽ ഏറ്റവും ലളിതവൽക്കരിച്ച് ഏറ്റവും ഷോർട്ടാക്കി നമ്മൾ നോക്കുകയാണെങ്കിൽ 10 കൽപ്പന എന്നുള്ളത് ഏറ്റവും വലിയ കൽപ്പനയാണ്, പ്രമാണമാണെന്നും കാണുവാൻ കഴിയുന്നുണ്ട്. അതിൽ ഞാനതിനെ ഒന്ന് പഠിക്കാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു. അതിൻ്റെ ആദ്യത്തെ 4 എണ്ണം ദൈവം പറയുന്ന 4 കൂട്ടം കാര്യങ്ങൾ, അതായത് അന്യദൈവം നിങ്ങൾക്കുണ്ടാകരുത്, വിഗ്രഹത്തെ ഉണ്ടാക്കരുത്, യഹോവയുടെ നാമം വൃഥാ എടുക്കരുത്, ശബത്ത് നാളിനെ ശുദ്ധീകരിക്കാൻ ഓർക്കുക. ഈ പറയുന്ന 10 കൽപ്പനകളിലെ 4 കൂട്ടം കാര്യങ്ങൾ, ആ 4 കൂട്ടം കാര്യങ്ങളും ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ ആരാധനയുടെ ബന്ധത്തിൽ എങ്ങനെ ദൈവമായിട്ട് ആയിരിക്കണം എന്നുള്ളതാണ് അതിനകത്ത് പറയുന്ന കാര്യം. ഇനിയും അടുത്ത 6 എണ്ണം നമ്മൾ ശ്രദ്ധിക്കാമെങ്കിൽ ഏതൊക്കെയാണെന്ന് അറിയാമോ? അപ്പനെയും അമ്മയും ബഹുമാനിക്കുക, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം ചെയ്യരുത്, കൂട്ടുകാരൻ്റെ ഭാര്യയെ മോഹിക്കരുത് എന്ന് പറയുന്ന അടുത്ത 6 കൂട്ടം കാര്യങ്ങൾ മനുഷ്യനും തമ്മിലുള്ള ഇടപാടുകൾ എങ്ങനെയായിരിക്കണം എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കണം, അതിനെ കൽപ്പന എന്ന് നമുക്ക് പറയുവാൻ കഴിയും. മനുഷ്യനും തമ്മിലുള്ള ഇടപാടുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതിന് ചട്ടങ്ങൾ എന്ന് പറയുവാനായിട്ട് കഴിയും. ദൈവത്തിൻ്റെ കൽപ്പനയെയും ചട്ടങ്ങളെയും എല്ലാം സ്വത്രം നോക്കുകുത്തിയായിക്കൊണ്ട് ദൈവത്തെ അനുസരിക്കാതെ മനുഷ്യനോട് യാതൊരു ബാധ്യതയുമില്ലാതെ ഒരു രീതിയിലും ദൈവത്തെ സ്നേഹിക്കാതെ മുന്നോട്ട് പോകുന്ന കൽപ്പനകളും ചട്ടങ്ങളുമെല്ലാം ദൂരത്തെറിഞ്ഞ് ജീവിക്കുന്നവനെ എങ്ങനെയാണോ ദൈവം ശിക്ഷ കൊടുക്കുന്നത്, അതാണ് വിധികൾ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ദൈവത്തിൻ്റെ കൽപ്പനയുണ്ട്, അത് ദൈവം ആരാധനയുമായുള്ള ബന്ധത്തിൽ, ദൈവവും മനുഷ്യനുമായുള്ള ബന്ധത്തിലാണ് കൽപ്പന എന്ന വാക്കിൻ്റെ അർത്ഥം പ്രായോഗികമാകുന്നത്. മനുഷ്യനും തമ്മിലുള്ള ഇടപാടുകളിലാണ് അത് പാലിക്കപ്പെടേണ്ടതായ കാര്യങ്ങളാണ് ചട്ടങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ചട്ടങ്ങളെയും ലംഘിച്ച് ദൈവത്തിൻ്റെ കൽപ്പനയെയും ലംഘിച്ച് ഒരുത്തൻ ജീവിക്കുന്നെങ്കിൽ അവനെ ശിക്ഷിക്കുവാനുള്ള ശിക്ഷാവിധികളെയാണ് വിധി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നതായി എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ചിന്ത അവിടെ കൊണ്ട് അവസാനിച്ചില്ല. ആ ചിന്ത മുന്നോട്ട് കടന്നുപോയപ്പോൾ അടുത്തൊരു കാര്യം കൂടെ എന്നെ ദൈവാത്മാവ് വെളിപ്പെടുത്തി തന്നു. എന്താണെന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം. ഈ വിധി എന്ന ഒരു ക്രിയ നടക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനയെയും ദൈവത്തിൻ്റെ ചട്ടങ്ങളെയും തിരസ്കരിച്ച് നടക്കുന്ന ഒരുത്തിന് ഒരു